ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന റെസിപ്പി വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു സാൻഡ്വിച്ചിൻ്റെതാണ്. ട്യൂണ വെച്ചിട്ടാണ് നമ്മൾ ഈ സാൻഡ്വിച്ച് ചെയ്യുന്നത്. വളരെ ടേസ്റ്റി, വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാം. സാൻഡ്വിച്ചിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: ഒരു ചെറിയ സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്. സാൻഡ്വിച്ചിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 170 ഗ്രാമിൻ്റെ ഒരു ചെറിയ ടിന്ന് ടൂണയാണ്. ഇനി വേണ്ടത് മയോണൈസ് ആണ്. ഈ മയോണൈസ് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ്. മയോണൈസ് വീട്ടിലുണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരെല്ലാം കണ്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. 3 ടേബിൾ സ്പൂൺ കുക്കുംബർ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, 2 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, 1 ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്. ഇനി വേണ്ടത് ആവശ്യത്തിന് ബ്രെഡാണ്. ബ്രെഡ് ബ്രൗൺ ബ്രെഡോ വൈറ്റ് ബ്രെഡോ എല്ലാം നിങ്ങളുടെ താല്പര്യം പോലെ എടുക്കാം. ടൂണയുടെ ടിൻ പൊട്ടിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ അകത്തുള്ള വെള്ളവും ഓയിലും എല്ലാം ഊറ്റിക്കളയണം. വെള്ളമെല്ലാം കളഞ്ഞെടുത്ത ടൂണ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു സ്പൂണോ കൈകോ കൊണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കണം. ഇത് കട്ടയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കുക. പ്ലേറ്റിലേക്ക് ഇട്ടതിന് ശേഷം സ്പൂണോ കൈയോ ഉപയോഗിച്ച് ഇതെല്ലാം ഒന്ന് അടർത്തിയെടുക്കണം. ഇത് കട്ടയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പം കൈ കൊണ്ടൊന്ന് വിടർത്തിയെടുക്കണം. നമ്മുടെ ചാനലിൽ ഇതിനു മുൻപ് ടൂണ വെച്ച് സാലഡ് ഉണ്ടാക്കുന്നതിൻ്റെയും ടൂണ കട്ട്ലറ്റിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവരൊന്ന് കണ്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ടൂണ കൈകൊണ്ട് നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന 3 ടേബിൾ സ്പൂൺ കുക്കുംബറും കൂടെ ചേർത്ത് കൊടുക്കണം. കൂടെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. നാരങ്ങ നീരെല്ലാം നിങ്ങളുടെ ടേസ്റ്റിന്റെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മയോണൈസും കൂടി ചേർത്ത് കൊടുക്കാം. മയോണൈസ് ചേർത്തിട്ട് കൂടുതൽ ഡ്രൈ ആണെന്ന് തോന്നുകയാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ മയോണൈസും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചാനലിൽ നേരത്തെ മയോണൈസ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മയോണൈസ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. 1/2 കപ്പ് മയോണൈസ് ചേർത്ത് കഴിഞ്ഞപ്പോഴും കുറച്ച് ഡ്രൈ ആണ്. ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മയോണൈസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. മയോണൈസിലും ടൂണയിലെല്ലാം ഉപ്പ് ഉണ്ടാകും. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പ് ചേർത്ത് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സാൻഡ്വിച്ചിനുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ തുടങ്ങാം. സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് 2 പീസ് ബ്രെഡ് എടുക്കാം. 1 പീസ് ബ്രെഡിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഒരു 2 ടേബിൾ സ്പൂൺ വെച്ച് കൊടുക്കാം. ഫില്ലിങ് ബ്രെഡിന്റെ എല്ലാ സൈഡിലേക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കണം. ഇനി അടുത്ത പീസ് ബ്രെഡിലേക്ക് 1 ടീസ്പൂൺ ബട്ടറോ അല്ലെങ്കിൽ മയോണൈസ് പുരട്ടി കൊടുക്കാം. ഇനി ബട്ടർ പുരട്ടിയ ബ്രെഡ് പീസ് ടൂണ ഫില്ലിങ് വെച്ചിരിക്കുന്ന ബ്രെഡിന്റെ മുകളിലേക്ക് വെച്ച് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ സാൻഡ്വിച്ച് നമുക്ക് ടോസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷെ ഇതുപോലെ തന്നെ ഉപയോഗിച്ചാൽ നല്ല ടേസ്റ്റാണ്. ഞാൻ ഇതുപോലെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് സാൻഡ്വിച്ച് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് നിമിഷങ്ങൾക്കുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടൂണ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്